ഇൻ കേസ് നമുക്ക് തെർമോസ്റ്റാറ്റ് വാൽവ് എടുത്ത് മാറ്റേണ്ട ഒരു അർജൻറ്റായ സാഹചര്യം വന്നാൽ അത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് കൂടി പറഞ്ഞു. ഹായ്, ഞാൻ സബിൻ സലീം, വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കിലേവർക്കും സ്വാഗതം. നമ്മളെ ഒരു സ്കോർപിയോ എംഹോക്കാണ് ഇന്ന് നമ്മൾ റിപ്പയറിങ്ങിന് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. സംഭവം എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ഇത് നേരത്തെ നമ്മൾ റേഡിയേറ്റർ മാറിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഈ വണ്ടിയിൽ തെർമോസ്റ്റാറ്റ് വാൽവ് ഇല്ലായിരുന്നു. അപ്പം തെർമോസ്റ്റാറ്റ് വാൽവ് റീപ്ലേസ് ചെയ്യാനായിട്ട് ഇപ്പം റേഡിയേറ്റർ വാങ്ങാൻ നേരത്ത് തെർമോസ്റ്റാറ്റ് കേസോ മറ്റു കാര്യങ്ങളോ ഒന്നും കൂടെ കാണത്തില്ല. അപ്പോൾ നമ്മൾ പഴയ തെർമോസ്റ്റാറ്റ് വാൽവ് ഇല്ലാത്തത് കൊണ്ട് ഇട്ടിട്ടില്ല. അതുപോലെ തന്നെ സാധനം റെഡി ആയിട്ട് വാങ്ങിക്കാനും കിട്ടിയിട്ടില്ല. ഇപ്പം സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തെർമോസ്റ്റാറ്റ് വാൽവ് നമ്മൾ ഈ ഒരു വണ്ടിയിൽ റീപ്ലേസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ തെർമോസ്റ്റാറ്റ് വാൽവ് എന്തിനായിരിക്കും നമ്മൾ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത്? അപ്പോൾ ഞാൻ തെർമോസ്റ്റാറ്റ് വാൽവ് എവിടെയാണ് വരുന്നത് എന്നുള്ളതൊന്ന് കാണിച്ചു തരാം. ദാ ഈ ഒരു ഭാഗത്തായിട്ടാണ് തെർമോസ്റ്റാറ്റ് വാൽവ് വരുന്നത്. നമ്മളിതിൻ്റെ റേഡിയേറ്റർ പുതിയത് മാറിയതാണ്. റേഡിയേറ്റർ വാങ്ങിക്കുമ്പോഴത്തേക്ക് ദാ ഈ ഒരു പീസ് ഇതിൻ്റെ കൂട്ടത്തിൽ കാണത്തില്ല. ഇത് പഴയ പീസ് തന്നെയായിരിക്കും സെറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെയാണ് തെർമോസ്റ്റാറ്റ് വാൽവും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ നിലവിൽ തെർമോസ്റ്റാറ്റ് വാൽവ് ഇല്ലായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ സമയത്ത് പക്ക സാധനം കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ അത് സാധാരണ രീതിയിൽ തന്നെ തൽക്കാലം വെച്ച് മുറുക്കി വിട്ടതിന് ശേഷം അത് സാധനത്തിന് ഓർഡർ ചെയ്തു. സാധനം വന്നു. ദാണ്ടെ ഇതാണ് നമ്മളുടെ തെർമോസ്റ്റാറ്റ് വാൽവും അതിൻ്റെ കേസും വരുന്നത്. ഇതാണ് തെർമോസ്റ്റാറ്റ് വാൽവ്. കണ്ടോ, ഈ കാണുന്നതാണ് തെർമോസ്റ്റാറ്റ് വാൽവ്. ഈ ഒരു തെർമോസ്റ്റാറ്റ് വാൽവിന് ഒരുപാട് ഉപയോഗങ്ങളും കാര്യങ്ങളും ഉണ്ട്. അതായത് വാഹനത്തിൻ്റെ എഞ്ചിനെ സ്വാധീനിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വലിയൊരു സാധനമാണ്, അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ ഒരു തെർമോസ്റ്റാറ്റ് വാൽവ് എന്ന് പറഞ്ഞാൽ. ഇത് തെർമോസ്റ്റാറ്റ് കേസാണ്. ഈ ഒരു കേസിനും ഒരു പ്രത്യേകതയുണ്ട്, വഴിയേ പറഞ്ഞുതരാം. അതിനു മുമ്പ് ഈ ഒരു തെർമോസ്റ്റാറ്റ് വാൽവ് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. എൻജിൻ പ്രോപ്പറായിട്ട് വർക്ക് ആകണമെന്നുണ്ടെങ്കിൽ, നമ്മളെ ഫയറിങ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു നിശ്ചിത ടെമ്പറേച്ചറിൽ തന്നെ എൻജിനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ട്. പല വാഹനങ്ങളിലും പല രീതിയിലാണ്. 86-85 ഡിഗ്രി മുതൽ ഒരു 96 ഡിഗ്രി വരെയൊക്കെ ആയിരിക്കും വ്യത്യസ്തമായി പല വാഹനങ്ങളിലും വർക്കിംഗ് ടെമ്പറേച്ചർ കമ്പനി നൽകിയേക്കുന്നത്. ഫ്യൂവലിനെ കംപ്രസ് ചെയ്ത് അതിലേക്ക് സ്പാർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഡീസൽ വാഹനങ്ങളിൽ എയറിനെ കംപ്രസ് ചെയ്ത് അതിൽ ഇഞ്ചക്ടർ വഴി ഡീസലിനെ ഇഞ്ചക്ട് ചെയ്യുക കണിക രൂപത്തിൽ, അത്തരത്തിലൊക്കെയാണ് ഫയറിംഗ് ഉണ്ടാക്കുന്നത്. അപ്പം ഇതിനാവശ്യമായൊരു ടെമ്പറേച്ചർ, ഒരു നിശ്ചിതമായ ടെമ്പറേച്ചർ വേണം. അത് എത്രയും പെട്ടെന്ന് തന്നെ അച്ചീവ് ചെയ്യുക, ആ ഒരു ടെമ്പറേച്ചറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ എഞ്ചിനെ എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു തെർമോസ്റ്റാറ്റ് വാൽവിൻ്റെ ഒരു ദൗത്യം. അപ്പം ഈ ഒരു പാർട്ട് മാത്രമല്ല, പല പാർട്സുകൾ ചേർന്നാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗം, അല്ലെങ്കിൽ പ്രധാനപ്പെട്ടൊരു പങ്ക് വഹിക്കുന്നൊരു ഭാഗമാണ് തെർമോസ്റ്റാറ്റ് വാൽവ് എന്ന് പറഞ്ഞാൽ. ഈ കാണുന്നതാണ് തെർമോസ്റ്റാറ്റ് വാൽവ്. ഈ ഒരു തെർമോസ്റ്റാറ്റ് വാൽവിൻ്റെ ഉൾഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ പിത്തളയുടെ കളറിൽ ഒരു ചേമ്പർ കണക്കൊരു സംഭവമുണ്ട്. ഇതിനകത്തൊരു വാക്സ് ഉണ്ട്. ഈ ഒരു വാക്സ് എൻജിൻ ടെമ്പറേച്ചർ ചൂടാവുന്നതിനനുസരിച്ച് അത് ഉരുകുകയും അത് നീരാവി രൂപത്തിലാവുകയും ഉള്ളിൽ പ്രഷർ ഉണ്ടാക്കുകയും ചെയ്യും. ആ ഒരു പ്രഷർ മൂലം ദാ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കോ, കൃത്യമായിട്ട് കാണാൻ പറ്റുമെന്ന് അറിയാൻ വയ്യതാ. ഇതുപോലെ കണ്ടാ, ഇതുപോലെ കണ്ടാ, ഇങ്ങനെ ആ ഒരു തെർമോസ്റ്റാറ്റ് വാൽവ് തുറന്നു കൊടുക്കുകയും ചെയ്യും. ഈ ഒരു സ്പ്രിങ്ങിൻ്റെ ടെൻഷനെ ഓവർകം ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു സെറ്റപ്പാണ്. അങ്ങനെ തുറക്കുമ്പോഴത്തേക്കുള്ള കാര്യം എന്ന് വെച്ചാൽ റിട്ടേൺ, അതായത് വണ്ടിയുടെ എൻജിനിൽ നിന്ന് ചൂടായ ആ ഒരു കൂളൻ്റ് നേരെ വന്ന് ഇതുവഴി എൻജിൻ്റെ ഉള്ളിലേക്ക് പോകും എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് അറിയാൻ പറ്റും വലിയ ഒരു സ്പേസ് ആണ് വരുന്നത്. കണ്ടോ, അതേ കണക്കൊരു സ്പേസ് തന്നെ ആയിരിക്കും ഇതിൻ്റെ അടുത്ത പീസിലും വരുന്നത്. അപ്പം നമ്മൾ ഈ ഒരു തെർമോസ്റ്റാറ്റ് വാൽവ് വെക്കാതെ വെച്ച് മുറുക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ വരുന്ന ഫോഴ്സ്, അതായത് വാട്ടർ പമ്പിന് കൊടുക്കാൻ പറ്റുന്നൊരു ഫോഴ്സിൽ ഒരു പരിധിയുണ്ട്. അപ്പോൾ നമ്മൾ കാല് കൊടുത്ത് ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ കുഴപ്പമില്ല. ഏതെങ്കിലും രീതിയിൽ നമ്മൾ തിരക്കിലോ മറ്റോ ഒക്കെ പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ, വണ്ടി ബമ്പർ ടു ബമ്പർ ചെറുതായിട്ട് അനക്കി കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ വാട്ടർ പമ്പിൻ്റെ ആ ഒരു എഫിഷ്യൻസി പോരാതെ വരും ഈ ഒരു കൂളൻറ്റിൻ്റെ സർക്കുലേഷന്. കാരണം എന്ന് വെച്ചാൽ ഇത്രയും ഭാഗത്ത് കൂടുതലായിട്ട് ഈ പറഞ്ഞ കൂളൻറ്റ് വന്ന് കെട്ടി നിന്നിട്ടായിരിക്കണം തള്ളി കൊടുക്കേണ്ടത്. അങ്ങനെ ഒരു സാഹചര്യം. ഒരു ഉദാഹരണം പറയാം, നമ്മൾ ഇങ്ങനെ പോകുന്നതും തമ്മിൽ ഫോഴ്സിൻ്റെ വ്യത്യാസമുണ്ട്. ആ ഒരു ഫോഴ്സിന് വ്യത്യാസം വരും. അതായത് നമുക്ക് കിട്ടുന്ന ആ ഒരു ഫോഴ്സ് ഇവിടെ വന്ന് ഇപ്പോൾ പമ്പ് ചെയ്ത് ബാക്കിയുള്ള ഓസുകളിലൂടെ വരുന്ന ആ ഒരു ഫോഴ്സ് ഇവിടെ വരുമ്പോഴത്തേക്ക് ഈ ഒരു കേസിൻ്റെ വ്യാപ്തം കൂടുതലായതുകൊണ്ട് ആ ഭാഗത്ത് വരുമ്പോൾ ആ ഫോഴ്സ് നഷ്ടപ്പെടും, അല്ലെങ്കിൽ കുറയും. അങ്ങനെ ഫോഴ്സ് കുറയുന്നൊരു സാഹചര്യത്തിൽ റേഡിയേറ്ററിലോട്ട് പോകുന്ന കൂളൻറ്റിൻ്റെ അളവോ അല്ലെങ്കിൽ പോകുന്ന കൂളൻറ്റിൻ്റെ ഫോഴ്സോ കുറയും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് കൂളൻറ്റ് തണുക്കില്ല. എൻജിൻ പ്രോപ്പറായിട്ട് തണുക്കാതെ വരുന്നൊരു സാഹചര്യം വരും. അത് മാത്രവുമല്ല, മറ്റൊരു പ്രശ്നവും കൂടിയുണ്ട്. ദാ ഈ ഒരു കേസ് കണ്ട, ഈ ഒരു കേസിൽ 2 പൈപ്പുകൾ കാണുന്നുണ്ടല്ലേ, 1, 2 പൈപ്പുകൾ. ഈ ഒരു പൈപ്പ് വരുന്നതിൽ ബൈപ്പാസ് ഹോസാണ്. എന്തിനാണ് ബൈപ്പാസ് ഹോസ് കൊടുത്തേക്കുന്നത്? ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മളെ ഈ ഒരു തെർമോസ്റ്റാറ്റ് വാൽവ് അടഞ്ഞിരിക്കുന്നൊരു സാഹചര്യത്തിൽ
സ്വാഭാവികമായിട്ടും വാട്ടർ പമ്പിനും മറ്റ് ഭാഗങ്ങൾക്കുമായിട്ട് പ്രഷർ കൂടുതൽ വരും. അതെങ്ങനെയെന്ന് വെച്ചാൽ വാട്ടർ പമ്പ് നിരന്തരം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പം സ്വാഭാവികമായും വാട്ടർ പമ്പ് ചെയ്ത് ഒരു ഭാഗത്ത് വെള്ളം വന്ന് സ്റ്റക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ ഈ വാട്ടർ പമ്പ് ഡാമേജ് ആകാനും അതുപോലെ തന്നെ വാട്ടർ പമ്പ് നമ്മൾ കാല് കൊടുത്തൊക്കെ പോകുന്ന സാഹചര്യത്തിലോ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെയോ ആയിക്കോട്ടെ നമ്മളെ വാട്ടർ പമ്പ് നല്ല രീതിയിൽ പ്രഷർ ചെയ്ത് ഈ ഒരു കൂളൻ്റിനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും കൂളൻ്റ് വന്ന് നിൽക്കുന്ന കുറേ ഭാഗങ്ങളുണ്ട്. ആ ഒരു ഭാഗങ്ങളിൽ വീക്കായ ഭാഗങ്ങളൊക്കെ ഡാമേജ് ആകാനോ അത് തള്ളിപ്പോകാനോ അതുവഴി ലീക്കാകാനോ അല്ലെങ്കിൽ വാട്ടർ പമ്പിനും റേഡിയേറ്ററിനും ഇടയിൽ, അതായത് വാട്ടർ പമ്പ് കഴിഞ്ഞിട്ട് വരുന്ന റേഡിയേറ്ററിനും ഇടയിലുള്ള ഭാഗങ്ങൾക്ക് ഇപ്പം ഓസുകളോ മറ്റോ ഒക്കെ പൊട്ടിപ്പോകാനുള്ള സാധ്യത, അതായത് കാര്യമായ രീതിയിൽ പ്രഷർ കൂടുതൽ ഉണ്ടാകും എന്നുള്ളതാണ് കൂളൻ്റിൽ. അങ്ങനെ വരുന്നൊരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത് കണക്കൊരു ബൈപ്പാസ് ഹോസ് കൊടുത്തേക്കുന്നത്. ഈ ഒരു ബൈപ്പാസ് ഹോസ് നമ്മൾ ഈ ഒരു തെർമോസ്റ്റാറ്റ് വാൽവ് എടുത്ത് മാറ്റിയേക്കുമ്പോഴത്തേക്ക് ആക്റ്റീവ് ആയിരിക്കും. ഈ ഒരു ബൈപ്പാസിൻ്റെ ഭാഗത്തിനെ ക്ലോസ് ചെയ്യുന്നൊരു ഭാഗമാണ് തെർമോസ്റ്റാറ്റ് വാൽവിൽ ഈ ഭാഗത്തായിട്ട് വരുന്നത്. തെർമോസ്റ്റാറ്റ് വാൽവ് വർക്ക് ആകുമ്പോഴത്തേക്ക് ഇതുപോലെ ഉയർന്ന് വന്നിട്ട് കണ്ട, ഇതുപോലെ ഉയർന്ന് വന്നിട്ട് ഈ ഒരു ബൈപ്പാസ് ഹോസിനെ ബ്ലോക്ക് ആക്കും. അതായത് നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു തെർമോസ്റ്റാറ്റ് വാൽവ് ഇതിങ്ങനെ വെച്ചു, ഈ ഒരു ഹോളിൽ കൂടെ നോക്കേ കണ്ടോ. അപ്പോൾ ഞാൻ ഈ തെർമോസ്റ്റാറ്റ് വാൽവ് വർക്ക് ആകുമ്പോഴത്തേക്ക് ഈ ബൈപ്പാസ് ഹോസിൽ വന്ന് അമർന്ന് അതിലെ കൂളൻ്റ് സർക്കുലേഷൻ ആകാതെ വരികയും ആ ഒരു കൂളൻ്റ് സർക്കുലേഷൻ നേരെ ഈ ഒരു മെയിൻ ഹോസിലേക്ക് മാറപ്പെടുകയും ചെയ്യും. അതാണ് തെർമോസ്റ്റാറ്റ് വാൽവിൻ്റെ ഒരു രീതി. അതായത് രണ്ട് വർക്കിംഗ് ഇതിൽ ചെയ്യുന്നുണ്ട് തെർമോസ്റ്റാറ്റ് വാൽവ്. തെർമോസ്റ്റാറ്റ് വാൽവ് ഇപ്പം ഇതിൽ ഇപ്പോൾ സ്കോർപിയോ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ ഒരു എംഹോക്കിനെ സംബന്ധിച്ച് എങ്ങനെയാണ് ബൈപ്പാസ് വാൽവ് വരുന്നതെന്നുള്ളത് കാണിച്ചു തരാം. അതേസമയം പല വാഹനങ്ങളും പല രീതിയിലാണ്, എല്ലാ വാഹനങ്ങളിലും ബൈപ്പാസ് ഹോസ് ഉണ്ടായിരിക്കും. ഇൻ കേസ് നമുക്ക് തെർമോസ്റ്റാറ്റ് വാൽവ് എടുത്ത് മാറ്റേണ്ട ഒരു അർജൻറ്റായ സാഹചര്യം വന്നാൽ അത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് കൂടി പറഞ്ഞുതരാം. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കേസ് ഇതാണ്. ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ ഈ ഒരു തെർമോസ്റ്റാറ്റ് വാൽവ് വരുന്നത്. അതായത് ഇതുപോലെ ഇങ്ങനെയാണ് വരുന്നത്, കണ്ടോ, ഈ രീതിയിലാണ് വരുന്നത്. അപ്പം തെർമോസ്റ്റാറ്റ് വാൽവ് ഓൾറെഡി ഇതിനകത്തില്ല. ബൈപ്പാസ് ഹോസിൻ്റെ കാര്യം പറഞ്ഞത് ഈ ഒരു ഹോസാണ്. ഈ ഒരു ഹോസ് നേരെ ഇത് കണ്ട ഇങ്ങനെ വന്നിട്ട് ഇതിൻ്റെ ഔട്ടിലേക്ക്, അതായത് റേഡിയേറ്ററിൽ നിന്നും വാട്ടർ പമ്പിലേക്ക് കൂളൻ്റിനെ സക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ കൂളൻ്റ് ഫ്ലോ ചെയ്യുന്ന ഹോസിലേക്കാണ് കണക്ട് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ദാണ്ടേ ഈ ഒരു ഹോസ് കണ്ട, എഞ്ചിൻ്റെ ഉള്ളിലേക്ക് പമ്പ് ചെയ്തെടുക്കുന്ന ആ ഒരു കൂളൻ്റ് നേരെ ഈ ഒരു അപ്പർ ടാങ്കിലേക്ക് വരുന്ന ഹോസിൽ കൂടെ വന്ന് ഇവിടെ വന്ന് സ്റ്റക്കാവും. സ്റ്റക്കായിട്ട് നേരെ ഈ ഒരു ബൈപ്പാസ് ഹോസിൽ കൂടെ നേരെ വന്ന് വീണ്ടും എഞ്ചിൻ്റെ ഉള്ളിലേക്ക് സക്ക് ചെയ്തെടുക്കുന്ന ആ ഒരു ഹോസിൻ്റെ ഭാഗത്തേക്ക്, ആ ഔട്ട് ഭാഗത്തേക്ക് നേരെ വന്ന് കയറും. അങ്ങനെ വരുമ്പോഴത്തേക്ക് എഞ്ചിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ടെമ്പറേച്ചർ കൊണ്ട് പെട്ടെന്ന് തന്നെ കൂളൻ്റ് ചൂടാവുകയും വളരെ പെട്ടെന്ന് തന്നെ വർക്കിംഗ് ടെമ്പറേച്ചറിലേക്ക് എഞ്ചിനെ എത്തിക്കാൻ കഴിയുകയും ചെയ്യും. വർക്കിംഗ് ടെമ്പറേച്ചറിലേക്ക്, ആവശ്യമായ ടെമ്പറേച്ചറിലേക്ക് എത്തുമ്പോഴത്തേക്ക് സ്വാഭാവികമായും ഈ ഒരു തെർമോസ്റ്റാറ്റ് വാൽവ് തുറക്കും. ഈ ഒരു ഭാഗം വന്ന് ഈ ഒരു ബൈപ്പാസിൻ്റെ പൈപ്പ് വരുന്ന ഭാഗത്തിനെ ബ്ലോക്ക് ചെയ്യും. അതിൽ പിന്നീട് കൂളൻ്റ് സർക്കുലേഷൻ ചെയ്യത്തില്ല. പിന്നീട് സർക്കുലേഷൻ നടക്കുന്നതെന്ന് വെച്ചാൽ റേഡിയേറ്ററിൻ്റെ ഉൾഭാഗത്തൂടെ ആയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ബൈപ്പാസ് സംവിധാനം കൊടുത്തേക്കുന്നത് വെച്ചാൽ എഞ്ചിൻ വളരെ പെട്ടെന്ന് വർക്കിംഗ് ടെമ്പറേച്ചറിലേക്ക് വരാനും അത് കണക്ക് തന്നെ ഈ ഒരു തെർമോസ്റ്റാറ്റ് വാൽവ് ക്ലോസ് ചെയ്തിരിക്കുന്ന സമയത്തുണ്ടാകുന്ന ആ ഒരു പ്രഷറിനെ കൺട്രോൾ ചെയ്യാനും കൂടിയിട്ടാണ്. ഇനിയിപ്പോൾ ഈ ഒരു തെർമോസ്റ്റാറ്റ് വാൽവ് ബ്ലോക്ക് ചെയ്യേണ്ട സാഹചര്യം വന്നാൽ, ഇപ്പം എന്തെങ്കിലും കാരണം വെച്ചാൽ ഇപ്പോൾ ഒരു യാത്രയിടയിൽ തെർമോസ്റ്റാറ്റ് വാൽവ് ഡാമേജ് ആയി അത് ഓപ്പൺ ആയി കൊടുക്കുന്നില്ല, എന്തെങ്കിലും രീതിയിൽ കംപ്ലൈൻറ്റ് ആയതിനു ശേഷം നമുക്കിത് തെർമോസ്റ്റാറ്റ് വാൽവ് വാങ്ങിക്കാനുള്ളൊരു സാഹചര്യമില്ല, എടുത്ത് മാറ്റണം, ദൂരെ യാത്രയൊക്കെ പോകണം. ഇപ്പോൾ തെർമോസ്റ്റാറ്റ് വാൽവ് ഇല്ല എന്നുണ്ടെങ്കിൽ വരുന്ന മെയിനായിട്ടുള്ള വിഷയം എന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ കണക്ക് ബമ്പർ ടു ബമ്പർ ട്രാഫിക്കൊക്കെ വരുന്ന സാഹചര്യത്തിൽ ഹീറ്റ് കൂടുതൽ കാണിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ക്യാൻസൽ ചെയ്യുന്നൊരു സാഹചര്യത്തിൽ എങ്ങനെ ഫിറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് കണക്ക് നമ്മൾ തെർമോസ്റ്റാറ്റ് വാൽവ് കേടായി കഴിഞ്ഞാൽ ഇത് കണക്ക് എടുത്തെടുത്താൽ ഈ ഒരു ഭാഗം കണ്ട, ഈ ഒരു ഭാഗം കട്ട് ചെയ്യുക, അത് കണക്ക് തന്നെ ഈ ഒരു ഭാഗം കട്ട് ചെയ്യുക. കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ വർക്ക് ചെയ്യുന്ന ഭാഗം മൊത്തം നമുക്ക് പുറത്തെടുക്കാൻ കഴിയും. അതിനുശേഷം ഈ ഒരു വട്ടം കണ്ടോ, ഈ ഒരു വട്ടം ചെറുതായിരിക്കും കണ്ടോ, അത് ഇതേ കണക്ക് നമുക്ക് കയറ്റിയിട്ടിട്ട് ഇതുപോലെ തന്നെ കയറ്റിയിട്ടിട്ട് വെച്ച് മുറുക്കി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് വണ്ടി കൊണ്ടു നടക്കാനും ഉപയോഗിക്കാനും പറ്റും. പറ്റുമെങ്കിൽ ഈ ഒരു ബൈപ്പാസ് ഹോസ് എന്തെങ്കിലും രീതിയിൽ ബ്ലോക്ക് ചെയ്യുക. അതായത് ആ ഒരു ഹോസിൻ്റെ അകത്തോട്ട് എന്തെങ്കിലും കയറ്റി വെച്ചുകൊണ്ട് ബ്ലോക്ക് ചെയ്യാനുള്ളൊരു സംവിധാനം. അത് അപ്പോഴും നമ്മളുടെ ഐഡിയയിൽ എങ്ങനെയാണോ വരുന്നത് ആ രീതിയിൽ ബ്ലോക്ക് ചെയ്യാന്ന് വെച്ചാൽ പൂർണ്ണമായും ഒട്ടും കൂളൻ്റ് പുറത്തോട്ട് വരാത്ത രീതിയിലൊന്നും ബ്ലോക്ക് ചെയ്യണമെന്നില്ല. അതിൻ്റെ ആ ഉള്ളിലോട്ട്, ആ പൈപ്പിൻ്റെ ഉള്ളിലോട്ട് ഏതെങ്കിലും രീതിയിൽ, ഇപ്പം ഇതിൻ്റെ ഒരു കാര്യത്തിലോട്ട് നോക്കുകയാണെങ്കിൽ ഒരു
മറ്റേ 8 രൂപയുടെയും 10 രൂപയുടെയും വലിയ ഗോലി ഉണ്ടല്ലോ, അത് കയറ്റി അകത്തോട്ട് തെള്ളിക്കയറ്റി വെച്ചിട്ട് ഇട്ട് മുറിക്കാനും മതി, അത് അവിടെ ഇരുന്നുള്ളൊരു പ്രശ്നം വരത്തില്ല. അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല, തൽക്കാലം നിങ്ങൾ വഴിയിൽ വല്ലതും പിടിയോ മറ്റോ ചെയ്ത് ഓർഹിറ്റ് ഇപ്പം ഈ ഒരു തെർമോസ്റ്റാറ്റ് വാൽവ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നം വന്ന് നിങ്ങൾ വഴിയിലൊക്കെ പിടിയാണെങ്കിൽ നിങ്ങൾക്ക് തൽക്കാലം വേണമെങ്കിൽ ചെയ്യാം. അപ്പം അത്തരത്തിൽ നമ്മളുടെ അപ്പോഴത്തെ ഒരു യുക്തിയും ബോധവും അനുസരിച്ച് നമുക്ക് ബൈപ്പാസ് ഹോസും കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാം. ബൈപ്പാസ് ഹോസ് ബ്ലോക്ക് ചെയ്യുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ആ ഒരു കൂളൻ്റ് ഫുൾ ടൈം റേറ്റിൽ കൂടെ റൊട്ടേഷൻ നടക്കും. അത് നല്ല രീതിയിൽ തണുക്കാനും ഒക്കെ ഉള്ളൊരു സാഹചര്യം ഉണ്ടാവും. ബൈപ്പാസ് ഹോസ് ബ്ലോക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കൂളൻ്റെ ഫ്ലോയുടെ ആ ഒരു ശക്തി, അതിൻ്റെ ഒരു ഫോഴ്സ് കുറയും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടിയുടെ തെർമോസ്റ്റാറ്റ് വാൽവും കാര്യങ്ങളെല്ലാം മാറ്റി ആ ഭാഗമെല്ലാം കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, തെർമോസ്റ്റാറ്റ് വാൽവ് എന്തെങ്കിലും അടിയന്തരമായൊരു സാഹചര്യത്തിൽ മാത്രമേ എടുത്ത് മാറ്റാൻ പാടുള്ളൂ. മാറ്റിയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ മാറുക. അതുപോലെ തന്നെ തെർമോസ്റ്റാറ്റ് വാൽവ് നിർബന്ധമായും വാഹനത്തിൽ വേണം. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ.